മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മക്കൾ മരണപ്പെടുക എന്നുള്ളത് വേദനാജനകമായ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദനയാണ്. പ്രിയപ്പെട്ടവരെ, 12-13 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജിലാണ്. അപ്പനും അമ്മയുമൊക്കെ അവന് വേണ്ടതെല്ലാം കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എവിടെയെല്ലാം കൊണ്ടുപോകാനായിട്ട് പറ്റുന്നോ ചികിത്സയ്ക്ക് വേണ്ടി അവിടെയെല്ലാം കൊണ്ടുപോവുകയാണ്. അവസാനം വീട്ടിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, എൻ്റെ തലയിലെ തലമുടിയൊക്കെ ഇനി എപ്പോഴാണ് കിളിർത്ത് വരിക? അമ്മയ്ക്ക് അത് സഹിക്കാനായിട്ട് പറ്റിയില്ല. അമ്മ ഉള്ളിലേക്ക് പോയി. അപ്പോൾ പപ്പായോട് ചോദിക്കുന്നു, പപ്പ, ഞാനിങ്ങനെ ചോദിച്ചപ്പം അമ്മ എന്തിനാ പെട്ടെന്ന് വലിയ വിഷമത്തോടു കൂടെ ഉള്ളിലെ റൂമിലേക്ക് പോയത് എന്ന്. എനിക്ക് എൻ്റെ അനിയന്മാരുടെ കൂടെയൊക്കെ എപ്പോഴാണ് പപ്പ ഒന്ന് കളിക്കാനായിട്ട് പറ്റുക? ആ പിതാവിൻ്റെ ഹൃദയവും ആ മാതാവിൻ്റെ ഹൃദയവും പെടുകയാണ് ഈ ചോദ്യങ്ങൾക്ക് മുൻപ്. ഈ മകനോട് ഒന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല. അവരുടെ സാന്നിധ്യം മാത്രമേ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ചിലപ്പോൾ ഇതുപോലെ കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഇതുപോലെ കടന്നുപോയി അതിനെ അതിജീവിച്ച വ്യക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഈശോയുടെ മൃതദേഹം കടത്തിയപ്പോൾ ആ അമ്മയ്ക്കുണ്ടായ വേദന നമുക്ക് ഊഹിക്കാൻ പറ്റുമോ? എത്രമാത്രം സങ്കടത്തിൻ്റെ ആഴക്കടലിലൂടെയാണ് ആ അമ്മ കടന്നുപോയത്. അതെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇതുപോലെയുള്ള വേദനകൾ വരുമ്പോൾ സങ്കടത്തിൻ്റെ ഏറ്റവും വലിയ ആഴക്കടലായിരുന്നു മാതാവിനെ സംബന്ധിച്ചിടത്തോളം മാതാവിൻ്റെ മടിയിൽ ഈശോയുടെ മൃതദേഹം കടത്തിയത്. അത്രമാത്രം വേദന. ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ചമ്മട്ടിയടിയേറ്റ ശരീരം, ആണിപ്പാടുകളെല്ലാം ഉണ്ട്. ആ അമ്മ എങ്ങനെയാണ് സഹിച്ചത്? അതെ പ്രിയപ്പെട്ടവരെ, ജീവിത സാഹചര്യങ്ങളിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ ഇതുപോലുള്ള തീവ്ര വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടാവാം. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഇതുപോലുള്ള എല്ലാ സഹനങ്ങളും ശക്തിയോടെ സ്വീകരിച്ച് സഹിക്കാനുള്ള വലിയൊരു മനസ്സ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആമേൻ.